സർക്കാരില്ലത് കൊള്ളക്കാരുടെ സർക്കാരായിരുന്നു. ആ കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാളാണ് ഭരണകക്ഷിയിലെ ഒരു MLA. അത് ആ കൊള്ളയുടെ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ പൊതുസമൂഹം ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പൊതുസമൂഹത്തിനും, മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നവരാണ്, ജനങ്ങൾക്കെല്ലാം ബോധ്യമായി. ഇന്നിപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സമരത്തിന്, ഇതൊരു അന്തിമ സമരമാണിത്. ഞങ്ങളുടെ ലക്ഷ്യം എത്തുന്നത് വരെ ശക്തമായ സമരം നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. തൃശ്ശൂർ പൂരം കലക്കിയതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, മാഫിയകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, സ്വർണ്ണ കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരി കള്ളക്കടത്ത്, അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം, ഇത്തരം കാര്യങ്ങളിലൂടെ അഴിമതിക്കാരനായി മാറിയ ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ സമരമാണ് ഇന്നലെ രാത്രി ഞങ്ങൾ നടത്തിയ ഓൺലൈൻ മീറ്റിങ്ങിൽ UDFൻ്റെ കക്ഷി നേതാക്കളുടെ മീറ്റിങ്ങിൽ തീരുമാനിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവർത്തിച്ച് ഉയർത്തിയ ആരോപണമാണ് ഈ CPM BJP നെക്സസ്. ആ അന്തർധാരയ്ക്ക് ശക്തി പകരുന്ന രൂപത്തിലാണ് PV അൻവറിനെ പോലുള്ള ഒരാൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ADGP BJPയുടെ 2 പ്രമുഖരായ ദേശീയ നേതാക്കളെ കണ്ടത് വെളിപ്പെടുത്തിയത് അൻവറല്ല, പ്രതിപക്ഷ നേതാവാണ്. ഞങ്ങൾ ഇതുവരെ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും അക്കമിട്ട് നിരത്തി ഞങ്ങൾ നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. ആ ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഇപ്പോൾ ഭരണകക്ഷിയിലെ CPMൻ്റെ ഒരു സ്വതന്ത്ര MLA അൻവർ നിർവഹിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പിതൃസമാനനായ നേതാവായിരുന്നു. ഇപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ഇതിലെല്ലാം പങ്കുള്ളത് നേരിട്ട് അദ്ദേഹം ആരോപിക്കുകയാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജുഡീഷ്യറി ഇടപെടട്ടെ, അന്വേഷണ സംഘത്തെ അവർ തീരുമാനിക്കട്ടെ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ സ്വാഗതം ചെയ്യുകയില്ല. ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ അദ്ദേഹം ശക്തിയായി ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങൾ പൊതുസമൂഹത്തിലുണ്ടാക്കിയ പ്രതികരണം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആരോപണങ്ങൾ ശക്തമായ ഒരു സമരമാർഗത്തിലേക്കും ഈ ഗവൺമെൻറ്റിൽ നിന്ന് അധികാരത്തിൽ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ അതിൻ്റെ പേരിൽ പ്രക്ഷോഭം നടത്താൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അൻവറിന് ഞങ്ങൾ രാഷ്ട്രീയ അഭയം നൽകേണ്ട കാര്യമില്ല. അൻവർ ഇന്നലെ പറഞ്ഞത് ഞാൻ UDFൻ്റെ പക്ഷത്തല്ല, LDFൻ്റെ പക്ഷത്തല്ല, മധ്യത്തിലിരിക്കുമെന്ന്. അദ്ദേഹം മധ്യത്തിലിരുന്നോട്ടെ. ഞങ്ങൾക്ക് അൻവറിൻ്റെ ആവശ്യമില്ല, രാഷ്ട്രീയ അഭയം കൊടുക്കേണ്ട ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സുധാകരൻ വളരെ ക്ലിയറായി പറഞ്ഞല്ലോ. ഇല്ലല്ല, പാർട്ടിക്കകത്ത് ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലെ UDFിൽ ഞങ്ങൾ ചർച്ച ചെയ്തു സുധാകരൻ്റെ സാന്നിധ്യത്തിൽ. UDFൻ്റെ തീരുമാനം, നമ്മൾ അൻവറിനെ നമ്മൾ കൊള്ളാനും തള്ളാനും ഒന്നും നമ്മൾ തയ്യാറില്ല. അൻവർ ഉയർത്തിയത് ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ.